Hi students, welcome back. Today we are going to study 23rd question from miscellaneous exercise of integrals. Are you ready? Okay, let us start. Integral tan inverse root of 1 minus x divided by 1 plus x dx. Tan inverse ആണ് ഓർത്തിരുന്നോണം അല്ലേ? അപ്പം നമുക്ക് ഈ റൂട്ട് കിടക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ടാൻ്റെ ബേസിൽ അല്ലെങ്കിൽ കോട്ടിൻ്റെ ബേസിൽ കൊണ്ടുവരണം. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? എക്സിന് നമുക്ക് കോസ് തീറ്റ കൊടുത്ത് നോക്കാം. ഓക്കെ, എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? എക്സ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. ദെൻ വാട്ട് അബൌട്ട് ഡി എക്സ്? ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. Am I correct? Okay, then integral of tan inverse root of 1 minus cos theta divided by 1 plus cos theta നമ്മൾ എഴുതി അല്ലേ? ഇനി ഡി എക്സിന് പകരം നമുക്ക് മൈനസ് ഔട്ട്സൈഡിലേക്ക് എഴുതി സൈൻ തീറ്റ ഡി തീറ്റ. Am I correct? That is equal to minus integral of tan inverse. What about 1 minus cos theta? Correct. That is root of 2 sin square theta by 2. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 1 minus cos theta means 2 sin square theta by 2 divided by. What about 1 plus cos theta? 2 cos square theta by 2. 2 cos square theta by 2 into sin theta d theta. ഇനി നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യാം. ദെൻ വാട്ട് അബൌട്ട് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ? റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ തീറ്റ. റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ തീറ്റ മീൻസ് ടാൻ തീറ്റ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2 ദെൻ ഇൻറ്റു സൈൻ തീറ്റ ഡി തീറ്റ. Am I correct? Tan inverse tan theta by 2, that is theta by 2. So minus integral of theta by 2 into sin theta d theta. Okay, understood? ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ ഇൻ്റഗ്രൽ ചെയ്യുന്നത്? ബൈ പാർട്സ് വെച്ചല്ലേ? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഓക്കെ, ഇതിനകത്ത് ഏതാണ് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് തീറ്റ ബൈ 2 എടുക്കാം അല്ലേ? അപ്പോൾ തീറ്റ ബൈ 2 ഫസ്റ്റ് ഫംഗ്ഷനും ഇത് നമുക്ക് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കാം. ഓക്കെ, തീറ്റ ബൈ 2 ബൈ 2 നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മീൻസ് സൈൻ തീറ്റയുടെ ഇൻ്റഗ്രൽ. ദാറ്റ് ഈസ് പറയേ മൈനസ് കോസ് തീറ്റ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് പറയേ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. തീറ്റയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്, ദാറ്റ് ഈസ് മൈനസ് കോസ് തീറ്റ. Then d theta, that is equal to minus 1/2 into minus theta cos theta minus into minus, that is plus. What about the integral of cos theta? Cos theta d theta, that is equal to sin theta. Sin theta plus c. That is equal to minus 1 minus, we can multiply with this minus 1/2, then we will get 1/2 into theta cos theta minus 1/2 into sin theta plus c. Next, what about theta? Theta is equal to cos inverse x. Am I correct? Theta is equal to cos inverse x. So here we can write 1/2 into, instead of this theta we can write here cos inverse x. What about cos theta? Cos theta is equal to x.
minus 1 by 2 into, what about sin theta? Sin theta means root of 1 minus cos square theta plus c, that is equal to 1 by 2 cos inverse x, then x minus 1 by 2 into root of 1 minus, what about cos theta, that is x square plus c, that is equal to x by 2 in ex, get x by 2 into cos inverse x minus 1 by 2 into root of 1 minus x square plus c. ഇൻ്റഗ്രേറ്റ് ചെയ്ത് മനസ്സിലായല്ലോ അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇല്ലെങ്കിൽ ഞാനിവിടെ എഴുതി കാണിക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 by 2 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്, then the whole d theta. Okay, then first function into integral of the second minus cos theta minus integral of derivative of the first, that is 1, in integral of the second, that is minus cos theta d theta. Am I correct? Okay, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. Then x by 2 into cos inverse x minus 1 by 2 into root of 1 minus x square plus c. Okay, then we can take 1 by 2 outside. വേണമെങ്കിൽ എഴുതിയാൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. x minus cos inverse x, then minus root of 1 minus x square plus c. 1 by 2 into x cos inverse x, then minus root of 1 minus x square plus c. Okay, understood? Then we will study 24th question in the next class. Until then, bye bye.